നമസ്കാരം, ഞാൻ ശ്രീജിത്ത് ഹുസൈൻ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായൊരു സാഹചര്യം, നമ്മളെ കഷായം ഗ്രീഷ്മയെ ശിക്ഷിച്ചിരിക്കുകയാണ്. കാമുകന് കഷായത്തിൽ ഒരു വിഷം കലർത്തി നൽകി എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കീടനാശിനിയല്ല. അത് പലരും തെറ്റിദ്ധരിക്കുന്നൊരു സംഭവമാണ്, കീടനാശിനിയാണെന്ന്. അത് കീടനാശിനിയല്ല, അതൊരു കളനാശിനിയാണ്. കളനാശിനി എന്ന് പറയുന്നത് ഒരു ഹെർബിസൈഡാണ്. കീടനാശിനിയെ നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് പറയും. പെസ്റ്റുകളെ നശിപ്പിക്കുന്നതാണ് കീടനാശിനി. ഈ കളനാശിനി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നൊരു സംഭവം ഈ ചെടികളിൽ അടിച്ചു കഴിഞ്ഞാൽ ചെടികളെ വളരെ പെട്ടെന്ന് ഇത് കൊന്നുകളയും. അതായത് ചെടിയുടെ ക്ലോറോപ്ലാസ്റ്റിൽ ഇത് ആക്ട് ചെയ്ത് അതിൻ്റെ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം നടക്കാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തി അങ്ങനെ ഫുഡില്ലാതായി ചെടി വേരുമട്ടം കരിഞ്ഞു. ഏത് ചെടിയെ വേണമെങ്കിലും അതിൻ്റെ ഇലയിൽ ഇത് വിഴുന്നു കഴിഞ്ഞാൽ ആ ചെടിയെ വേരുമട്ടം നശിപ്പിക്കാൻ കഴിവുള്ളൊരു കളനാശിനിയാണ് ഇവൾ കൊടുത്തത്, ഈ കഷായം ഗ്രീഷ്മ കൊടുത്തത്. ആ കളനാശിനി നമ്മളിന്ന് കമ്പോളത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കാപ്പിക്ക് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ഒരു കളനാശിനിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളനാശിനികൾ എന്തിനാണ് ഇങ്ങനെ ഈ കമ്പോളത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഈ സർക്കാർ ഇങ്ങനെ ഇറക്കുന്നത്? അല്ല, എന്തിനാണ് ഈ ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി ഇത് കൊടുക്കുന്നു എന്നാണ് എൻ്റെ സംശയം. ഈ കാപ്പിക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ അടങ്ങിയിട്ടുള്ള കളനാശിനി എന്ന് പറയുന്നത് ശരിക്കും അതിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്ന പരക്കറ്റ് ഡൈക്ലോറൈഡാണ്. പരാക്കറ്റ് ഡൈക്ലോറൈഡ് 24% ഡൈലൂട്ടഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ പരക്കറ്റ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ വളരെ ഹാംഫുള്ളാണ്. അത് ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് സ്വെല്ലിംഗ് ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് തന്നെ ഛർദിൽ, തൊണ്ട കുത്തിയുള്ള ഛർദിൽ വരും. രക്തം തന്നെ ഛർദിച്ച് കൂട്ടും. പിന്നെ അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് വളരെ പെട്ടെന്ന് കേടുപാടുകൾ വരുത്തി തീർക്കുകയും ചോക്കിങ് ഉണ്ടാക്കുകയും അതുപോലെയുള്ള വല്ല ഈ ആന്തരിക അവയവങ്ങൾ മുറിയുന്നത് കൊണ്ട്, കുടലിലൊക്കെ മുറിവ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഛർദ്ദിക്കുകയും മലത്തിൽ കൂടെ ബ്ലഡ് പോവുകയും ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങളുണ്ട്. ഇമ്മീഡിയറ്റ് ഡെത്ത് വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ പരക്കറ്റ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരക്കറ്റ് ഡൈക്ലോറൈഡ് ഡൈലൂട്ടഡ് ആണെങ്കിൽ പോലും മനുഷ്യനെ കൊല്ലും. അപ്പോൾ ഈ ഹെർബിസൈഡുകളൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് ഈ അഗ്രികൾച്ചർ, അതായത് കാർഷിക വകുപ്പൊക്കെ ഇതൊക്കെ വിതരണം ചെയ്യുന്നതിനെ നിരോധിക്കേണ്ടത്. ഇത്രയും അപകടകരങ്ങളായിട്ടുള്ള ഹെർബിസൈഡുകൾ. നമുക്ക് വേണമെങ്കിൽ ഗ്ലൈഫോസേറ്റ് ഉപയോഗിക്കാം. ഗ്ലൈഫോസേറ്റ് നല്ലൊരു ഹെർബിസൈഡാണ്. ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്നത് മനുഷ്യനിൽ ക്യാൻസർ വരുത്തും എന്നുള്ളതിന് വലിയ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സേഫാണ്. ഗ്ലൈഫോസേറ്റ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ ചെന്നെന്ന് പറഞ്ഞുകൊണ്ട് ആൾ പെട്ടെന്നങ്ങ് മരിക്കുകയൊന്നുമില്ല. അപ്പം നല്ല എന്താ പറയുക, അപകടരഹിതമായിട്ടുള്ള ഹെർബിസൈഡുകൾ വേണം ഇങ്ങനെയുള്ള ഇത് വിൽക്കുവാൻ. അല്ല, ഇങ്ങനെയുള്ള അപകടം കൂടിയ ഹെർബിസൈഡുകൾ വിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം.